ഇതുപോലെയുള്ള പ്രോഡക്റ്റും വീട്ടുപകരണങ്ങളും വാങ്ങുമ്പോഴും ഗാഡ്ജറ്റും മൊബൈൽ ഫോണുകളുമൊക്കെ വാങ്ങുമ്പോഴും എന്തിനേറെ ഡയമണ്ടും സ്വർണ്ണാഭരണങ്ങളുമൊക്കെ വാങ്ങുമ്പോഴും പ്രോഡക്റ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ISI മാർക്കിൻ്റെ താഴെയായിട്ട് ഒരു നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഗാഡ്ജറ്റുമൊക്കെ ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഈ BIS സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ആഭരണങ്ങളും ഡയമണ്ടും ആണെങ്കിൽ ഇതിനകത്തും പുറത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് BIS സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹോൾമാർക്കിംഗ് നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരം പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നാശനഷ്ടമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമോ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു തുക കോമ്പൻസേഷൻ ലഭിക്കണമെങ്കിൽ ഇത്തരം ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ഇതുപോലെ ISI മാർക്കോ അല്ല BIS സർട്ടിഫൈഡ് ആയിട്ടുള്ള നമ്പറുകളോ ഹോൾമാർക്കിങ്ങോ ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ BIS സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ ഒരു നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകളൊക്കെ ഒറിജിനലാണോ, ഇതുപയോഗിച്ച് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായാൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ കണ്ടെത്താവുന്നതാണ്. അതുകൊണ്ടുള്ള പ്രയോജനം പലതാണ്. ഇത്തരം പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ തന്നെ അത് BIS സർട്ടിഫൈഡ് ആണോ, അതുപോലെ തന്നെ അത് വാലിഡിറ്റി ഉണ്ടോ, നിങ്ങൾക്ക് അപകടമോ നാശനഷ്ടമോ സംഭവിച്ചു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ കിട്ടുമോ എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനുള്ളൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വെബ്സൈറ്റ് പരിചയപ്പെടുത്തുമ്പോഴുള്ള പ്രശ്നം എന്തെന്നാൽ പലർക്കും ഈ വെബ്സൈറ്റിലുള്ള ക്യാപ്ച കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തവണ ഞാൻ ഇതിനുള്ള ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ക്യാപ്ചയും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ഈ നമ്പർ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ആദ്യം ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. അതിനുശേഷം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കൂടി കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ് പേജ് ഓണായി കിട്ടും. താഴെ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇനി യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർക്കും ഫേസ്ബുക്കിൽ നിന്ന് ഈ വീഡിയോ കാണുന്നവരും നിങ്ങളുടെ ക്രോം ബ്രൗസറാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് IND ന്യൂസ് ഫോക്കസ്, ഞാനിവിടെ സെർച്ച് ചെയ്ത അഡ്രസ്സ് നിങ്ങൾക്ക് കാണാം. IND ന്യൂസ് ഫോക്കസ് സ്പേസ് ഇല്ലാതെ ഇതുപോലെ സെർച്ച് ചെയ്താൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. ആ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. BIS ആപ്പ് എന്ന പോസ്റ്റർ ഇപ്പോൾ ആദ്യം തന്നെയുണ്ട്. ഇവിടെ റീഡ് മോർ അടിച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡിങ് പേജ് കിട്ടുന്നതാണ്. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ പോസ്റ്റർ ചിലപ്പോൾ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ താഴെ ഇതുപോലെ മറിച്ച് നോക്കുക. അങ്ങനെയൊന്നും നോക്കിയിട്ടും നിങ്ങൾക്ക് ഈ പോസ്റ്റർ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ മുകളിലെ പേരിന് ഇടതുഭാഗത്തായിട്ട് 3 ലൈൻസ് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ നിങ്ങൾ BIS എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ പോസ്റ്റർ ലഭിക്കും. ഇവിടെ റീഡ് മോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പേജ് കിട്ടും. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ദിസ് ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകമായ പെർമിഷനും കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല. ഇങ്ങനെ ഒരു പേജാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ആദ്യം തന്നെ കാണാം ISI മാർക്കിൻ്റെ വെരിഫൈ ചെയ്യേണ്ട ഓപ്ഷനാണ്. വെരിഫൈ ലൈസൻസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ISIയുടെ ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതായത് നിങ്ങളുടേത് ISI ആണ് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണ് വാങ്ങിയിട്ടുള്ളത്. എക്സാമ്പിളായിട്ട് ഞാൻ ഈ ഹെൽമെറ്റ് തന്നെ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ വാങ്ങിയ അലൂമിനിയം പാത്രങ്ങളായാലും നിങ്ങൾക്ക് ISI മാർക്കുള്ള എന്ത് പ്രോഡക്റ്റ് വാങ്ങിയാലും ആ ISI മാർക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ ഒരു നമ്പർ ഉണ്ടാവും. CML എന്നിട്ട് 9981 എന്നതാണ് എൻ്റെ നമ്പർ. ഇതുപോലെ നിങ്ങൾക്ക് ISI മാർക്കിൻ്റെ താഴെ കാണുന്ന നമ്പറാണ് ഇതിലേക്ക് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. എൻ്റെ നമ്പർ 9981 ആണ്. ഇതുപോലെ നിങ്ങളുടെ ISI നമ്പർ എന്താണ് അത് മാത്രം എൻ്റർ ചെയ്താൽ മതി. CML എന്നുള്ള കോഡ് ഓൾറെഡി അതിലുണ്ടാവും. എന്നിട്ട് ജസ്റ്റ് ഈ ഗോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് നിർമ്മിച്ച കമ്പനിയുടെയും ആ പ്രോഡക്റ്റിൻ്റെയും മുഴുവൻ ഡീറ്റെയിൽസ് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം കമ്പനി നെയിം, കമ്പനിയുടെ അഡ്രസ്സ്, അതുപോലെ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, അത് ഇതിൽ തന്നെ എന്താണ് പ്രോഡക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. 2 വീലർ ഹെൽമെറ്റ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാലിഡിറ്റി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ വാലിഡിറ്റി കാണാം 15 ഫെബ്രുവരി 2026 ഇതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ പ്രോഡക്റ്റും നിങ്ങൾ വാങ്ങരുത്. ഇനി ഏറ്റവും താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. ഇവിടെയൊക്കെ ആ കമ്പനിയുടെ അതേ ISI മാർക്കിൽ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് ഇതിൽ കാണിക്കുന്നതാണ്. ഇനി ഏറ്റവും താഴേക്ക് വരണം. ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാം ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റസ് ഓപ്പറേറ്റീവ് ഉള്ളത് മാത്രമേ നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ, അല്ലാത്തത് നിങ്ങൾ വാങ്ങാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ രജിസ്റ്റർ കംപ്ലയിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നതുമാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം വെരിഫൈ
HUID എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് നിങ്ങൾ വാങ്ങിയ സ്വർണത്തിൻ്റെയും ഡയമണ്ടിൻ്റെയും ഒക്കെ ഹോൾ മാർക്കിങ് ചെക്ക് ചെയ്യേണ്ട ഓപ്ഷനാണ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെയും നിങ്ങൾക്ക് നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ വാങ്ങിയ സ്വർണ്ണാഭരണം അതുപോലെ തന്നെ ഡയമണ്ട് പ്രോഡക്റ്റിലൊക്കെ ഇതുപോലെ ആയിരിക്കും ഉണ്ടാകുക. ഇവിടെ നിങ്ങൾക്ക് ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും. ആ നമ്പറാണ് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ നമ്പർ ആയതുകൊണ്ട് അത് ഞാൻ പബ്ലിക്കായിട്ട് സെർച്ച് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആ നമ്പർ ഇവിടെ XX എന്നുള്ളിടത്തായിരിക്കും നിങ്ങൾക്ക് നമ്പർ ഉണ്ടാവുക. ആ നമ്പർ ജസ്റ്റ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂയും ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് തന്നെ കാണാവുന്നതാണ്. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തേത്തതുപോലെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് വെരിഫൈ R നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെയാണ് പ്രൊഡക്റ്റിൻ്റെ R നമ്പർ ടൈപ്പ് ചെയ്യേണ്ടത്. അത് ഇലക്ട്രോണിക് ഐറ്റംസിനായിരിക്കും R നമ്പർ ഉണ്ടാകുക. അത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ വാങ്ങിച്ച ഇലക്ട്രോണിക് പ്രോഡക്റ്റിൻ്റെ കാർട്ടൂണിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ ഇതുപോലെ ഒരു ലോഗോയും അതുപോലെ തന്നെ BIS.gov.in എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഒരു R നമ്പർ കാണാം. ഇതാ ഇവിടെയുള്ള R നമ്പർ. ആ നമ്പർ മാത്രമാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. എൻ്റെത് നിങ്ങൾക്ക് ഇവിടെ കാണാം 41820907. ഓക്കെ, ആ നമ്പറാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ എൻ്റെ R നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ നിങ്ങൾക്ക് സ്കാൻ QR കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ ഗോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് ഇതിനകത്ത് ലഭിക്കുക. ഇവിടെ എൻ്റെ എന്താണ് പ്രോഡക്റ്റ്, അതുപോലെ തന്നെ ഇവിടെ വാലിഡിറ്റി കാണാം. നിങ്ങൾക്ക് 14/3/2025. ഏറ്റവും താഴെ സ്റ്റാറ്റസ് കാണാം. അതാണ് പ്രധാനം. ഓപ്പറേറ്റീവ് എന്നാണോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ. അതുപോലെ നിങ്ങൾ വാങ്ങിയ പ്രോഡക്റ്റ് തന്നെയാണോ എന്ന് നോക്കാം. ഇപ്പോൾ ഓരോ പ്രോഡക്റ്റിനനുസരിച്ചിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് മാറും. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഇത്തരം നമ്പറുകൾ ഇതിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ അത് ഫേക്ക് ആയിട്ടുള്ള BIS സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതിനെതിരെ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. നിങ്ങൾക്ക് ആരാണ് ആ പ്രോഡക്റ്റ് വിറ്റതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടയ്ക്കെതിരെ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരപ്പെടും. അതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ നിങ്ങൾ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.